2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളും വലിയ ആശങ്കയിൽ നിൽക്കുകയാണ്. UDFന് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. LDF ആണെങ്കിൽ തുടർഭരണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെ ഇപ്പോൾ കൈവിട്ട് നിൽക്കുകയാണ്. കാരണം കേരളത്തിലെ ആരോഗ്യരംഗം അത്രത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിക്കൊടുത്തത്. അതുകൊണ്ട് 4-ാം വർഷം ആഘോഷത്തിമിർപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു ആരോഗ്യരംഗത്തെ തിരിച്ചടി. അതുകൊണ്ട് തുടർഭരണമെന്നുള്ള പ്രതീക്ഷ മുഴുവൻ കൈവിട്ടിരിക്കുകയാണ്. അതിനോടൊപ്പം നിലമ്പൂർ ഫലവും. അങ്ങനെ പ്രതീക്ഷ കൈവിട്ടു എങ്കിലും ചില മണ്ഡലങ്ങളൊക്കെ എപ്പോഴും CPMന് ഉറച്ച ഇടമാണ്. UDF ഭരണം പിടിക്കുകയാണെങ്കിലും ഈ ചില അഭിമാനകരമായ നേട്ടമെങ്കിലും ഉണ്ടാക്കണമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ അത് CPMൻ്റെ വലിയ തകർച്ചയ്ക്ക് കാരണമാകും. ചില മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ ഭയമാണ്. അല്ലെങ്കിൽ എതിരാളികൾക്ക് ഒപ്പമുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ തന്നെ കഴിയാതെ വരുന്നു. ഏറ്റവും ഉദാഹരണം ഇപ്പോൾ കൊല്ലം നിയമസഭാ മണ്ഡലം, കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമ്മൾ കണ്ടതാണ്. NK പ്രേമചന്ദ്രനെതിരെ മത്സരിപ്പിക്കാൻ അവർക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാതെ വരുന്ന ഒരവസ്ഥ. അതുപോലെ ഇനിയിപ്പോൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടാവും. കൊല്ലത്തിനേക്കാൾ മറ്റ് പ്രധാനമായിട്ടുണ്ടാകാൻ പോകുന്നത് കോട്ടയം മണ്ഡലത്തിലാണ്. കോട്ടയം മണ്ഡലത്തിൽ മുമ്പ് LDFൻ്റെ CPMൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയ മണ്ഡലമാണ്. UDFന് ഇതേപോലെ തരത്തിലുള്ള ഭയമായിരുന്നു കോൺഗ്രസിന് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ തട്ടകമായി തീർന്നിരിക്കുകയാണ്, സ്വന്തം തട്ടകമായി തീർന്നിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KSUവിലൂടെയാണ് രംഗത്ത് വരുന്നത്. KSU, പിന്നെ യൂത്ത് കോൺഗ്രസ്, അതിൻ്റെയൊക്കെ അമരക്കാരനായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള അദ്ദേഹം സജീവ രാഷ്ട്രീയം ഇതിലൂടെ ആയിരുന്നു. അങ്ങനെ KPCC ജനറൽ സെക്രട്ടറി വരെ ആയിരുന്നിട്ടുണ്ട്. 1978-82 വരെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹം 38-ാമത്തെ വയസ്സിലാണ് കോട്ടയത്ത് നിന്ന് മത്സരിക്കുന്നത്. അന്ന് കോട്ടയത്ത് നിന്ന് കോൺഗ്രസിലെ പലർക്കും മത്സരിക്കാൻ ഭയമാണ്. അന്ന് TK രാമകൃഷ്ണനോട് പരാജയപ്പെട്ടു. CPMലെ TK രാമകൃഷ്ണൻ മുമ്പ് സഹകരണ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. 9000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. പിന്നീട് അദ്ദേഹം 42-ാമത്തെ വയസ്സിൽ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ വന്നു മത്സരിക്കാൻ. അവിടെ ബാലഗോപാലിനെയൊക്കെ തോൽപ്പിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അടൂരിൻ്റെ ഒരു വലിയ വികസനം ഉണ്ടായതും തിരുവഞ്ചൂരിൻ്റെ കാലഘട്ടത്തിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് അടൂർ. ഇപ്പോൾ അത് LDFൻ്റെ കൈവശമാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് അവിടുത്തെ സിറ്റിംഗ് MLA. 2001-2006 തിരുവഞ്ചൂർ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. പിന്നീട് അടൂർ സംവരണ മണ്ഡലമായി മാറുകയാണ് ചെയ്തത്. പിന്നെ 2004-2006 കാലത്ത് അദ്ദേഹം തിരുവഞ്ചൂർ മന്ത്രി വരെ ആവുകയും ചെയ്തു. അതിലൊക്കെ മികച്ച പ്രകടനവും അദ്ദേഹം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. 2011 വന്നിട്ട് വീണ്ടും തിരുവഞ്ചൂർ കോട്ടയത്തേക്കെത്തി. കോട്ടയത്ത് അന്നും അവിടെ വലിയ അതിശക്തമായ മത്സരമാണ് നടന്നത്. അന്ന് എതിരെ മത്സരിച്ചത് CPMലെ VN വാസവനാണ്. അതിശക്തമായ മത്സരം, ഫലം മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. 700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ നിന്ന് വിജയിച്ചത്. പക്ഷെ പിന്നീട് 2016 കേരളത്തിലൊരു LDF തരംഗമുണ്ടായ വേളയിലും, അതിനു മുമ്പ് നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ സരിത വിഷയത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആ കേസുകളിലൊക്കെ തന്നെ പെട്ട് ആടി ഉലയുന്ന സമയമാണ്. എന്നിട്ട് 2016 റജീസ് സക്രിയയെ അദ്ദേഹം പരാജയപ്പെടുത്തി. 2021 LDF തരംഗം, പിണറായി വിജയൻ്റെ തുടർഭരണം വരുന്ന വേളയിലും അന്ന് CPMലെ K അനിൽകുമാറിനെ 18,000 വോട്ടിനാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഒരു
ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയും കോട്ടയം മണ്ഡലത്തിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുകയും കോട്ടയം മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു MLA ആയി തിരുവഞ്ചൂർ മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവഞ്ചൂരിനെ തോൽപ്പിക്കുക അസാധ്യമാണ് എന്ന് CPM മനസ്സിലാക്കുന്നു. ഇപ്പോൾ 2021 അനിൽകുമാറിനെയാണ് അവിടെ ഇറക്കിയത്. അനിൽകുമാർ ഈ ട്രോളന്മാരുടെ എല്ലാം കൈകളിൽ നിന്ന് രക്ഷപ്പെടാത്ത ഒരാളാണ്. ട്രോളിക്കൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹത്തെ. ഇനിയും അദ്ദേഹത്തെ ഒരുപക്ഷെ നിർത്തിയാൽ വീണ്ടും തിരുവഞ്ചൂരിൻ്റെ ഭൂരിപക്ഷം കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില വർത്തമാനം കേൾക്കുന്നത് സുരേഷ് കുറുപ്പിനെ എന്തുകൊണ്ട് ഇറക്കിക്കൂടാ. സുരേഷ് കുറുപ്പ് കോട്ടയത്ത് ജനസമ്മതി നേടിയിട്ടുള്ള ഒരു നേതാവാണ് CPM-ൽ. നല്ല നിയമസഭാ സാമാജികൻ, നല്ല പാർലമെൻറ്റേറിയൻ, എല്ലാത്തിലും തൻ്റെ കഴിവ് പാർട്ടിയിലൂടെ പ്രകടിപ്പിച്ചതാണ്. സമീപകാലത്ത് പാർട്ടി അദ്ദേഹത്തെ ഒന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. സംശുദ്ധനായിട്ടുള്ള ഒരു നേതാവാണ്. കോട്ടയത്തുകാർക്ക് സമീപിക്കാവുന്ന, ഒരുപക്ഷെ തിരുവഞ്ചൂരിനോട് എതിരിടാൻ പറ്റിയ ഒരു CPM-ലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് സുരേഷ് കുറുപ്പ് തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തിരുവഞ്ചൂരിനെ എതിരിടാനായിട്ട് വാസവനെ കൊണ്ട് നിർത്തിയാൽ 8 നിലയിൽ പൊട്ടുമെന്നുള്ളതിന് ഉറപ്പായ കാര്യമാണ്. പിന്നീട് പാർട്ടി ആലോചിക്കുന്നത് പാർട്ടി ഏതെങ്കിലും ഒരു ചാവേറിനെ അവിടെ കൊണ്ടിറക്കുക എന്നുള്ളതാണ്. ചാവേർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ജെയ്ക്സി തോമസിനെയാണ്. ഉമ്മൻചാണ്ടിയോട് എതിരിട്ടു, പരാജയപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ മകനോടും മത്സരിച്ചു, എതിരെയും മത്സരിച്ചു, പരാജയപ്പെട്ടു. അങ്ങനെ അച്ഛനോടും മകനോടും മത്സരിച്ച് തോറ്റു എന്നുള്ള ഒരു ഖ്യാതി ഈ ജെയ്ക്സി തോമസിനുണ്ട്. ചാനലിലെ ചർച്ചകളിൽ പോയിരുന്ന് ഉത്തരം മുട്ടി ബബ്ബ അടിച്ച് ചാവേറാകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കാനായി ജനിച്ചവനാണ് അല്ലേ എന്നുള്ള ഒരു പറച്ചിൽ അന്വർത്ഥമാകുന്നത് ജെയ്ക്സി തോമസിൻ്റെ കാര്യത്തിലാണ്. അങ്ങനെ CPM ഇപ്പോൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. കോട്ടയത്ത് ആരെ കിട്ടും, ഏത് ചാവേറിനെ ഇറക്കിയാൽ പറ്റും എന്നുള്ള കാര്യത്തിലാണ്. അത് പറ്റിയ ചാവേർ ഇപ്പം ജെയ്ക്സി തോമസ് ആണ്. പക്ഷേ പുതുപ്പള്ളിയിലും വേണമല്ലോ ഒരു ജെയ്ക്സി തോമസ്. പുതുപ്പള്ളിയിൽ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിലൂടെ വൻ ഭൂരിപക്ഷത്തിലേക്കാണ് ചാണ്ടി ഉമ്മൻ കടന്നുപോയത്. അത് അവിടെ ഇപ്പോൾ ആരെ നിർത്തിയാലും കോൺഗ്രസിൽ, കാരണം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹപ്രകടനം ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്കുമുണ്ട്. അവരത് പ്രകടിപ്പിക്കും. ഇപ്പോൾ തൃക്കാക്കരയിലെ നമുക്ക് ഉമാ തോമസിന് കണ്ട ഭൂരിപക്ഷം കണ്ടതാണ്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ്റെയും ഭൂരിപക്ഷം ഇവിടെ വളരെ ഉയരത്തിലായി. അന്നും ജെയ്ക്സി തോമസിനെ ഇറക്കി പാർട്ടി മുഖം രക്ഷിക്കുകയാണ് ചെയ്തത്. എന്തായാലും കോട്ടയത്ത് പാർട്ടിയുടെ മുഖം രക്ഷിച്ചേ പറ്റുകയുള്ളൂ. അതിന് രക്ഷിക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂരിലൊരു ചാവേറുണ്ടായി. തൃപ്പൂണിത്തറയിലെ തോൽവി കഴിഞ്ഞിട്ട് നിലമ്പൂരിലും വന്ന് തോറ്റു. ഇനി ഇന്ത്യയിലെ എവിടെ കൊണ്ട് നിർത്തിയാലും രാവിലെ തന്നെ തോൽക്കുന്ന ആളായി സ്വരാജ്. അതുപോലുള്ള ഒരാളാണ് ജെയ്ക്സി തോമസ്. അപ്പോൾ ജെയ്ക്സി തോമസിനെ കൊണ്ട് നിർത്തിയാൽ ഇനി തിരുവഞ്ചൂരിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം ചോദിച്ചാൽ മതി.